പലരും ആഗ്രഹിക്കുന്നുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനുമെല്ലാം അല്ലേ? പലപ്പോഴും ഇത് നമുക്ക് നടക്കാതെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഹങ്കറാണ്. ഹങ്കർ എന്ന് പറയുമ്പം 2 തരമുണ്ട്. ഒന്ന് നമ്മൾ ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഹങ്കർ, ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ. ഇനി മറ്റൊന്ന് ഹിഡോണിക് ഹങ്കറാണ്. അതായത് നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ട് പിന്നെ അതിന് പുറമെ നമുക്കൊരു സ്വീറ്റ് കഴിക്കാൻ അല്ലെ ഒരു ഐസ്ക്രീം കഴിക്കാനുണ്ടാകുന്ന ഹങ്കർ. നമ്മുടെ ഈ ഹങ്കർ അല്ലെങ്കിൽ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് 3 തരം ഹോർമോണാണ് മെയിനായിട്ടത്. ഗ്രെലിനാണ്. ഇത് നമ്മുടെ സ്റ്റൊമക്ക് തന്നെ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോണാണ്. ഇത് നമ്മുടെ തലച്ചോറിൽ ഒരു വിവരം കൊടുക്കുകയാണ് നമുക്ക് വിശപ്പുണ്ടെന്ന്. അതിന് സഹായിക്കുന്നതാണ് ഗ്രെലിൻ. രണ്ടാമത്തെ ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മളൊരു വിശപ്പിന് ഇല്ലായ്മ അത് മനസ്സിലാക്കി തരുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പം കൂടുതലായിട്ട് വിശപ്പൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അടുത്തതാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ എന്ന് പറയുമ്പം നമുക്ക് വിശപ്പ് ഇപ്പോൾ നിലവിൽ വിശപ്പില്ല അല്ലെങ്കിൽ നമ്മുടെ സറ്റൈറ്റി അറിയിക്കുന്ന ഒരു ഹോർമോൺ. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻസുലിൻ, ലെപ്റ്റിനും റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ അറിയാതെ ഭക്ഷണം കഴിക്കാനും തടി കൂടാനും അല്ല വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ലീപ്പ്, നല്ല റെഗുലറായിട്ട് സ്ലീപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻസുലിനെ റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ ഒരു റെഗുലർ എക്സസൈസ്, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസും വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമ്മുടെ ഈ സ്ട്രെസ്സ് റിലീഫ് ആവാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പ്രത്യേകിച്ച് സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ കാർബ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടിയ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതലായിട്ട് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റും കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ വിശപ്പ് അടങ്ങിയ ഒരു ഫീലിംഗും ഉണ്ടാവില്ല. മാത്രമല്ല ധാരാളമായി കഴിക്കാനുള്ള ടെൻഡൻസിയും അത് ഒബീസിറ്റിയിൽ എത്താനുള്ള ചാൻസ്. സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് ദഹിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അപ്പോൾ ദഹനം മര്യാദയ്ക്ക് നടക്കുകയില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ബ്രത്ത് ഹോൾഡ് എക്സസൈസ് ആയിരിക്കണം. അതായത് ബ്രീത്തിങ്ങും ഹോൾഡിങ്ങും റിലീസുമായിട്ടുള്ള 4 സെക്കൻഡ്, 7 സെക്കൻഡ്, 8 സെക്കൻഡ് എന്ന ഒരു, അതായത് 4 സെക്കൻഡ് ബ്രീത്ത് എടുക്കുക, അതുപോലെ ഹോൾഡ് ചെയ്യുക 7 സെക്കൻഡ്, 8 സെക്കൻഡ് റിലീസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഈ സ്ട്രെസ്സിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ധാരാളമായി പ്രോട്ടീൻ കണ്ടൻറ്റ് കഴിക്കാൻ ശ്രമിക്കുക ഈ കാർബോഹൈഡ്രേറ്റിന്. കാരണം പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സറ്റൈറ്റി വരും, നമുക്ക് വിശപ്പ് അടങ്ങുകയും ചെയ്യും. അതോടൊപ്പം കൂടുതലായി ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഹെൽത്തി ഫാറ്റ്സ്, ചെറുമീൻ, അതുപോലെ നട്ട്സ് എല്ലാം കഴിക്കാൻ ശ്രമിക്കുക. ഈ നട്ട്സ് കൂടുതലായി കഴിക്കുമ്പം നമ്മുടെ ലെപ്റ്റിൻ്റെ അളവ് കൂടാനും ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ജ്യൂസസ് കഴിക്കാതിരിക്കുക. കാരണം അതിൽ ഫ്രക്ടോസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹോൾ ഫ്രൂട്ട് കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കണം. അതോടുകൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പതുക്കെ ചവച്ച് അരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതോടുകൂടെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് അടങ്ങുകയും സറ്റൈറ്റി അറിയിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് മിതമായി ഭക്ഷണം കഴിക്കേണ്ടേ വരുള്ളൂ.